നമസ്കാരം. സംസ്ഥാന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ഔദ്യോഗിക ജൂറിയിൽ അംഗമായിരിക്കെ വനിതാ ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശ ആച്ചി ജോസഫിനെ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമം സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. ഇടതുപക്ഷ സഹയാത്രികനും പ്രമുഖ സംവിധായകനുമായിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദിനെതിരെയാണ് അതീവ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്ന സമയത്താണ് സംഭവം നടന്നത്. സിനിമകളുടെ സ്ക്രീനിങ്ങിന് ശേഷം തൻ്റെ മുറിയിലേക്ക് മടങ്ങിയെത്തിയ തന്നെ സന്ദർശിച്ച കുഞ്ഞുമുഹമ്മദ് മോശമായിട്ട് പെരുമാറുകയും ലൈംഗികമായിട്ട് അതിക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഇത് യാദൃശ്ചികമായി ഉണ്ടായ ഒരു പിഴവല്ലെന്നും മറിച്ച് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ബോധപൂർവം നടത്തിയ അതിക്രമമാണെന്നും ഡോക്ടർ ആശ ഉറപ്പിച്ചു പറയുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാലത്താണ് ഇത്തരമൊരു സംഭവം ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതലയ്ക്കിടെ സംഭവിക്കുന്നത് എന്നത് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അതിക്രമം നടന്ന ഉടൻ തന്നെ നിയമപരമായിട്ടുള്ള നടപടികൾക്കായിട്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയിട്ടും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിസ്സംഗത വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഇമെയിൽ പരാതി ലഭിച്ചപ്പോൾ കാണിച്ച മിന്നൽ വേഗത്തിലുള്ള പോലീസ് വീര്യം ഈ കേസിൽ എവിടെ പോയി എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു സ്ത്രീ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ദിവസങ്ങളോളം പോലീസ് അനങ്ങിയില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഇമെയിൽ പരാതികൾക്ക് നടപടിയെടുക്കാനായിട്ട് സർക്കാരിന് വ്യത്യസ്ത മാനദണ്ഡങ്ങളാണോ ഉള്ളതെന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത്. പ്രതി സ്വന്തം രാഷ്ട്രീയ ചേരിയിലുള്ള ആളായതുകൊണ്ടാണോ പോലീസിൻ്റെ കൈകൾ വിറയ്ക്കുന്നതെന്നും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ മുന്നിലെത്തിയ ഈ പരാതിയിൽ എന്തുകൊണ്ടാണ് വേഗത പോകാത്തതെന്നും ഉള്ള ഒരു വിമർശനം ഇപ്പോൾ അതിശക്തമാണ്. കേസിലെ തെളിവുകളുടെ കാര്യത്തിൽ യാതൊരു അവ്യക്തതയുമില്ലെന്ന് അതിജീവിത വ്യക്തമാക്കുന്നു. ഹോട്ടൽ മുറിയിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ കൈവശമുണ്ടായിട്ടും പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല. കണ്ടോൺമെൻറ്റ് പോലീസിന് പരാതി കൈമാറിയെങ്കിലും മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നതുവരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മടിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടും അധികൃതർ കാട്ടിയ അലംഭാവം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ഡോക്ടർ ആശ വെളിപ്പെടുത്തുകയുണ്ടായി. നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായവർ ഇരയേക്കാൾ വേട്ടക്കാരനെ സഹായിക്കുന്ന നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. ഒരു സ്ത്രീയുടെ അന്തസ്സിനേക്കാൾ വലുതാണോ പാർട്ടി മെമ്പർഷിപ്പും രാഷ്ട്രീയ ബന്ധങ്ങളുമെന്ന് സർക്കാരും പോലീസും വ്യക്തമാക്കേണ്ടതുണ്ട്. സംഭവം നടന്നതിന് പിന്നാലെ കാര്യങ്ങൾ ഒതുക്കി തീർക്കാനും മിണ്ടാതിരിക്കാനും നിരവധി പേർ തന്നെ സമീപിച്ചതായിട്ടും ആശ വെളിപ്പെടുത്തുന്നു. മിണ്ടാതിരിക്കുക എന്നത് അന്തസ്സിന് മേൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമാണെന്ന് വിശ്വസിക്കുന്ന അവർ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കുറ്റവാളിയെ സംരക്ഷിക്കാൻ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടായെങ്കിലും തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ അവർ തയ്യാറായില്ല. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് വർഷങ്ങളായിട്ട് ശബ്ദമുയർത്തിയിട്ടും തൊഴിലിടങ്ങളിൽ ഇന്നും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം. തൻ്റെ ഈ തുറന്നു പറച്ചിൽ സമാനമായ അനുഭവം നേരിടുന്ന മറ്റു സ്ത്രീകൾക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ കരുത്താകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. പ്രതിയായ PT കുഞ്ഞുമുഹമ്മദിൻ്റെ നിലപാട് ഇതിലും വിചിത്രമാണ്. താൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ലെന്നും പരാതിക്കാരിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാകാമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആവശ്യമെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. എന്നാൽ അന്തസ്സോടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കൈവച്ചിട്ട് വെറും ഒരു മാപ്പ് പറച്ചിലൂടെ ഇത് അവസാനിപ്പിക്കാൻ ഇതെന്താ കുട്ടിക്കളിയാണോ എന്നാണ് അതിജീവിത ഇവിടെ ചോദിക്കുന്നത്. മാപ്പല്ല, മറിച്ച് ശിക്ഷയാണ് വേണ്ടതെന്ന ഉറച്ച നിലപാടിലാണ് അവർ. തെറ്റുകാരൻ ആരായാലും അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും രാഷ്ട്രീയ ലേബലുകൾ അതിനെ തടസ്സമാകരുതെന്നും അവർ ആവർത്തിക്കുന്നു. പാർട്ടി സഹയാത്രികൻ എന്ന നിലയിൽ കിട്ടുന്ന പരിഗണന ലൈംഗിക അതിക്രമങ്ങൾ മൂടിവയ്ക്കാൻ ഉപയോഗിക്കരുത് എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ അതിജീവിത ഉയർത്തുന്ന ചോദ്യം അത് കേരളത്തിലെ ഓരോ പൗരൻ്റെയും ചോദ്യമായി തന്നെ മാറുകയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? രാഷ്ട്രീയ ബന്ധങ്ങൾ നോക്കി നിയമ നടപടികൾ മാറ്റിവെക്കുന്നത് ജനാധിപത്യത്തിന് ചേർന്നതാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഹോട്ടൽ മുറിയിലെ സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ എങ്ങനെയാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കാണിച്ച ആവേശം സ്വന്തം പാർട്ടിക്കാരൻ പ്രതിയാകുമ്പോൾ കാണിക്കാത്തത് രാഷ്ട്രീയ ഇരട്ടത്താപ്പല്ലാതെ മറ്റൊന്നുമല്ല. ഈ വലിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയെ വരും ദിവസങ്ങളിൽ വേട്ടയാടുമെന്ന കാര്യം ഉറപ്പാണ്. നീതി നടപ്പിലാക്കാനായിട്ട് വൈകുന്ന ഓരോ നിമിഷവും ജനാധിപത്യ സംവിധാനത്തിന് മേലുള്ള കരുനിഴലായിട്ട് തന്നെ അത് തുടരുന്നതായിരിക്കും.